1966 പ്രതാപത്തിൻ കഥകൾ ഒരു പോർച്ചുഗൽ ആരാധകനും മറക്കാൻ സാധിക്കുകയില്ല. അന്ന് സർവ്വതും വെട്ടിപ്പിടിക്കാൻ സജ്ജരായ പറങ്കിപ്പടയാണ് ലോകത്തിന് ദർശിക്കാനായത്. ഓർക്കണം, പോർച്ചുഗലിന്റെ ചരിത്രത്തിലെ ആദ്യ വേൾഡ് കപ്പായിരുന്നു അത്. യുസേബയുടെ കളിമികവിൽ പറങ്കിപ്പടയെ ലോകം അത്ഭുത കണ്ണുകളോടെയാണ് നോക്കിക്കണ്ടത്. ആ ടൂർണമെന്റിലുടനീളം 9 തവണയാണ് എതിരാളികളുടെ ഗോൾ ലൈൻ അദ്ദേഹം ഭേദിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച ആ യാത്ര ക്വാർട്ടർ ഫൈനലിൽ വടക്കേ കൊറിയക്കെതിരെ 3-ന് ബദലായി 5 അടിച്ച് സെമിയിലേക്ക്. അവിടെ നേരിടാനുള്ളത് ഇംഗ്ലണ്ടിനെ. ഫൈനലിൽ ടിക്കറ്റ് ഉറപ്പാക്കുമെന്നത് ഏറെക്കുറെ കരുതിയതായിരുന്നു. കാരണം അങ്ങനെയാണ് അവർ കളി മെനഞ്ഞത്. എന്നാൽ നിർഭാഗ്യത്തിന്റെ 2 അടിയിൽ പോർച്ചുഗൽ വീണ് തരിപ്പണമായി. ലൂസേഴ്സ് ഫൈനലിൽ സോവിയറ്റ് യൂണിയനെ 2-1 പരാജയപ്പെടുത്തി 3-ാം സ്ഥാനക്കാരായാണ് പറങ്കിപ്പട ആ ഇംഗ്ലണ്ട് മൈതാനം വിട്ടത്. പിന്നെ മെക്സിക്കോയിലും ദക്ഷിണ കൊറിയയിലും അംഗത്തിനിറങ്ങിയെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകാനായിരുന്നു അവരുടെ വിധി. ജർമ്മൻ മൺവീജുകളിൽ ലോകകപ്പിന് ആരവങ്ങൾ ഉയരുകയാണ്. പറങ്കിപ്പട ഇത്തവണയും സജ്ജമായി തന്നെ കാണപ്പെട്ടു. അന്ന് ക്യാപ്റ്റൻ ലൂയിസ് ഫിഗോയായിരുന്നു. കൂടെ 21 വയസ്സുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ പയ്യനും ടീമിലുണ്ട്. ഗ്രൂപ്പ് ഡിയിൽ എല്ലാ മത്സരവും വിജയിച്ച് അജയ്യരായാണ് പറങ്കികൾ വരവറിയിച്ചത്. 1966 മറുപടിയെന്നോണം ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കി. സെമിയുടെ കലാശപ്പോരൊരുങ്ങുകയാണ്. സിനദിൻ സിദാന്റെ ഫ്രാൻസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വീണ്ടും ഒരു സെമി ഫൈനൽ നിരാശ. പിന്നീട് ഇന്ന് വരെ ഒരു സെമി ഫൈനൽ പോലും കാണാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടില്ലായിരുന്നു. 2006 തുടങ്ങിയ ലോകകപ്പ് നാളുകൾക്ക് റൊണാൾഡോയുടെ കരിയറിൽ ഇത് അവസാന അംഗമാണ്. ഇനിയൊരു വേൾഡ് കപ്പ് വേദിയിൽ നിങ്ങൾക്ക് റൊണാൾഡോയെ കാണാൻ സാധിച്ചേക്കില്ല. അയാളാൽ ചടുലത സൃഷ്ടിച്ച ഓരോ നിമിഷങ്ങളും ആരാധകരുടെ ഹൃദയത്തെ വേദിച്ചതാണ്. ഫാൻ ബേസുകൾക്കുമപ്പുറം ഒരു കാൽപന്ത് ആരാധകനും ആഗ്രഹിക്കുന്നത് റൊണാൾഡോയുടെ ആ കിരീട ചിത്രം തന്നെയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ കത്തിക്കയറാൻ സജ്ജരായി തന്നെയാണ് ഇത്തവണ പറങ്കിപ്പട വരവറിയിക്കുന്നത്. ഗോൾവലക്ക് മുന്നിൽ മുതൽ അറ്റാക്കിംഗ് നിരയിൽ വരെ ലോകോത്തര താരങ്ങളുടെ നീണ്ട നിര തന്നെ ഇപ്രാവശ്യം പോർച്ചുഗലിനുണ്ട്. ടീമിന്റെ ഗോൾ വല കാക്കാൻ ഇത്തവണയും പ്രധാന പരിഗണന മറ്റാർക്കുമല്ല, FC പോർട്ടോയുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയ്ക്ക് തന്നെയാണ്. മികച്ച റെക്കോർഡുള്ള കോസ്റ്റ് തന്നെയാകും പറങ്കിപ്പടയുടെ 1-ാം നമ്പർ കാവൽക്കാരൻ. ബാക്കപ്പ് ഓപ്ഷനുകളായി ജോസേസെ, റൂയി സിൽവ, റൂയി പാട്രിഷിയോ എന്നിവരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. റൂബൻ ഡിയാസ്, നൂനോ മെൻഡസ്, ഡീഗോ ഡാലോട്ട്, ജാവോ കാൻസലോ എന്നിവർ നയിക്കുന്ന പ്രതിരോധ നിരയിലേക്ക് മാറ്റുരക്കാൻ ഗോൺസാലോ ഇനാഷ്യ, അതുപോലെ തന്നെ നെൽസൺ സെമേഡോ, നൂനോ ടെവാരസ്, റെനാറ്റോ വിഗ എന്നിവരും പേപ്പറിലുണ്ട്. ഒപ്പം യുവതാരങ്ങളായ തോമസ് അറോഹോ, അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മൗറോ, ടോഫി ഗോമസ്, ജോ മറിയോ, ആന്റോണിയോ സിൽവ എന്നിവരും അവസരത്തിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ പോർച്ചുഗലിന്റെ യഥാർത്ഥ കരുത്ത് അവരുടെ മിഡ്ഫീൽഡിലാണ്. യൂറോപ്യൻ വമ്പന്മാർക്കായി പന്ത് തട്ടുന്ന സൂപ്പർ താരങ്ങളാണ് ഇത്തവണ മധ്യനിര നിയന്ത്രിക്കുന്നത്. ഗോൺകാവസ്, ആന്ദ്രേ ഗോമസ്, റെനാറ്റോ സാന്റോസ്, ഡാരിയോ ഇസുഗ എന്നിവരും റെഡിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന മുന്നേറ്റത്തിലേക്ക് റാഫേൽ ലിയാവോ, ജാവോ ഫെലിക്സ്, ഗോൺസാലോ റാമോസ് എന്നിവരും, ഇതുകൂടാതെ പെഡ്രോ നെറ്റോ, ഗോൺസിസാവോയും, ഫ്രാൻസിസ്കോ ട്രിങ്കാവോയും, ഗോൺസാലോ ഗുഡസും, ഫാബിയോ സിൽവയും, ഫാബിയോ കാർവാലോയും, ജിയാവാനി ക്യൂണ്ടയും, കാർലോസ് പോപ്സ് എന്നിവരും സജ്ജമാണ്. തന്ത്രങ്ങൾ മെനഞ്ഞും പ്രതിഭകളെ അണിനിരത്തിയും പോർച്ചുഗൽ 2026 ലോകകപ്പിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു. മുന്നിൽ നിന്ന് നയിക്കാൻ റൊണാൾഡോ കൂടെയുള്ളപ്പോൾ ടീമിന്റെ ആത്മവിശ്വാസം വാനോളമാണ്. കാൽപന്ത് ലോകത്തിന് മുന്നിൽ എല്ലാം നേടിയവനെന്ന ഖ്യാതിയോടെ പറങ്കിപ്പടയോടും തൻ്റെ കളിമികവിനെ പ്രണയിച്ച ആരാധകരോടും അയാൾക്ക് ഗുഡ് ബൈ പറയണം. അതിനായി ഈ ലോകകപ്പ് പോർച്ചുഗൽ ഒരുങ്ങിത്തന്നെയാണ് വരുന്നത്. അതും അയാൾക്ക് വേണ്ടി മാത്രമല്ല, ഡീഗോ ജോട്ട എന്ന ആ പോരാളിക്ക് വേണ്ടിയും.